അപ്പൊ നമ്മള് ഇപ്പൊ നോക്കാൻ പോകുന്നത് ആഹ് നമ്മുടെ നെറ്റിന്റെ പേപ്പർ 1 യൂണിറ്റ് 4 കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഭാഗമാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് നോക്കാം. ഇവിടെ കാണാൻ പറ്റും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ഓർ കമ്മ്യൂണിസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് വരുന്നത്, വിച്ച് മീൻസ് ടു മേക്ക് കോമൺ. രണ്ട് പേരോ രണ്ടിലധികം ആളുകൾ തമ്മിൽ കോമൺ എഗ്രിമെന്റിലുള്ള ഒരു സ്ഥലത്ത് വന്ന് അല്ലെങ്കിൽ ഒരു മീഡിയത്തിലൂടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ, ഫാക്ട്സ് ആയിരിക്കാം, തോട്ട്സ് ആയിരിക്കാം, ഇൻഫർമേഷൻസ് ആയിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ റിക്വയർമെന്റ്സ്, മറ്റെന്തെങ്കിലും ഐഡിയാസ് ആയിരിക്കാം, ഇൻഫർമേഷൻ, മെസ്സേജ്, എന്തും ആകാം ഈ ഒരു കമ്മ്യൂണിക്കേഷനകത്തൂടെ ഷെയർ ചെയ്യപ്പെടുന്നത്. അത് റൈറ്റിങ്ങിലൂടെ ആകാം, എന്തെങ്കിലും നോൺ വെർബൽ സിഗ്നൽ കൊടുത്താകാം, അല്ലെങ്കിൽ വേർഡ്സിലൂടെ, സംസാരത്തിലൂടെ ആയിരിക്കാം. കമ്മ്യൂണിക്കേഷന് പലതരത്തിലുള്ള ഡെഫിനിഷൻസ് പലരും സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അലൻ ലൂയിസ് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഇസ് ദ സം ഓഫ് ഓൾ തിങ്സ് ആൻഡ് വൺ പേഴ്സൺ ഡസ് when he wants to create understanding in the minds of another. It involves a systematic and continuous process of telling, listening and understanding. ബേസിക്കലി മനസ്സിലാവുന്നുള്ളൂ, ഒരുപാട് കാര്യങ്ങളുടെ ഒരു സമ്മാണെന്നാണ് പറയുന്നത്. ഒരാള് മറ്റു കുറച്ച് ആളുകളുടെയോ അല്ലെങ്കിൽ മറ്റ് ഓപ്പോസിറ്റുള്ള ഒരാളിൻ്റെയോ ഒരു കൂട്ടം ആളുകളുടെയോ മൈൻഡിലേക്ക് അയാൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിനകത്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും കണ്ടിന്യൂസ് ആയിട്ടും ഉള്ള ഒരു പ്രോസസ്സ് ആയിരിക്കും. ഇറ്റ് ഇൻവോൾവ്സ് പറയുന്നുണ്ടാകും, ഓപ്പോസിറ്റുള്ള ആൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, കൊടുക്കുന്ന റിസീവ് ചെയ്യുന്ന ആളും ഇത് മെസ്സേജ് കൊടുക്കുന്ന ആളും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. ഈ പ്രോസസ്സ് എല്ലാം കൂടി ചേരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് അലൻ ലൂയിസ് പറയുന്നത്. ഇവരുടെ രണ്ടുപേരുടെ ഡെഫിനിഷൻസ് നമുക്ക് നോക്കാം. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് കമ്മ്യൂണിക്കേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഫസ്റ്റ് പറയുന്നത് ടു ഓർ മോർ പേഴ്സൺ, രണ്ടോ അല്ല ഒരാളെ കൊണ്ട് ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ സിംഗിൾ ഇൻഡിവിജ്വലെ കൊണ്ട് നടക്കില്ല. ഇറ്റ് ഹാസ് ടു ബി മോർ ദാൻ വൺ പേഴ്സൺ, അല്ലെങ്കിൽ രണ്ടിലധികം ആളുകൾ, ടു മോർ പേഴ്സൺ ആയിരിക്കും. ഒരാൾ സെൻറ്റർ ആയിരിക്കും. കമ്മ്യൂണിക്കേറ്റ് കയ്യിലുള്ള മെസ്സേജ് ഓപ്പോസിറ്റുള്ള ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൊടുക്കുന്ന ആൾ സെൻറ്ററും അത് മേടിക്കുന്ന ആളെ റിസീവർ എന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. അതിനകത്ത് നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഐഡിയാസ് ആൻഡ് എക്സ്ചേഞ്ച് ആണ്. ഐഡിയാസ് ആകണം എന്ന് മാത്രമൊന്നുമില്ല, ഇൻഫർമേഷൻ ആകാം, ഫീലിങ്സ് ആയിരിക്കാം, നമ്മൾ നേരത്തെ സ്ലൈഡിൽ കണ്ട പോലെ ഫാക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തും ആയിരിക്കാം ഷെയർ ചെയ്യുക ഈ രണ്ടാളുകളോ രണ്ടിലധികം ആളുകളോ തമ്മിൽ. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഒരു സെൻഡറിനെ കുറിച്ച് റിസീവറിന്, റിസീവറിനെ കുറിച്ച് സെൻഡറിന് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണം. എന്താ കൊടുക്കുന്നത്, എന്താ വാങ്ങിക്കുന്നത്, എവിടെ വെച്ച് കൊടുക്കണം, മേടിക്കണം എന്നൊക്കെ ഉള്ളൊരു ധാരണ ഇവർ തമ്മിൽ ഉണ്ടായിരിക്കണം. കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരാളുടെ സൈഡിൽ, സെൻഡറുടെ സൈഡിൽ നിന്ന് മെസ്സേജ് ഇങ്ങനെ റേഡിയോ പോലെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പുറത്തെ സൈഡിൽ റിസീവർ ഇല്ല, അല്ലെങ്കിൽ അയാളിത് അഥവാ ഇനി റിസീവർ ഉണ്ടെങ്കിൽ തന്നെ അയാൾ മെസ്സേജ് കിട്ടിയതിന് ശേഷം തിരിച്ചൊരു ഫീഡ്ബാക്ക് കൊടുക്കുന്നില്ല എങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, കണ്ടിന്യൂ ചെയ്യില്ല. അപ്പം സെൻഡർ കൊടുക്കുന്ന മെസ്സേജ് റിസീവർ സ്വീകരിക്കുകയും അയാൾ അതിന് തിരിച്ച് ഫീഡ്ബാക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് സൈക്കിളായിട്ടാണ് ഈ മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. യൂസ് ഓഫ് വേർഡ്സ് ആസ് വെൽ എസ് സിമ്പിൾസ്. ചിലപ്പോൾ വേർഡ്സ് തന്നെ ആവണം എന്നൊന്നുമില്ല, നമ്മൾക്ക് റിട്ടേൺ ആയിട്ടുള്ളതോ ഓറൽ ആയിട്ടുള്ളതോ കൂടാതെ സിംബോളിക് ആയിട്ടുള്ള ജസ്റ്റേഴ്സ് വഴിയും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അടുത്തത് പറയുന്നത് സൈൻസ്, എക്സ്പ്രഷൻസ്, അട്ടറൻസസ്, ജസ്റ്റേഴ്സ്, സൗണ്ട്സ്, നോയ്സസ്. ഇതെല്ലാം മനുഷ്യരെന്ന് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് പ്രകൃതിയിലേക്ക് നോക്കിയാൽ പ്രകൃതിയിലുള്ള പല നാച്ചുറൽ ബീങ്സും തമ്മിൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത് പലപ്പോഴും സൈൻസ് അല്ലെങ്കിൽ സിഗ്നലുകൾ, അല്ലെങ്കിൽ ചില ജസ്റ്റേഴ്സ്, ചില എക്സ്പ്രഷൻസ്, ചില മൂളലുകൾ, നമ്മുടെ ശബ്ദത്തിലെ ഇരപ്പ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എന്താ പറയുക, നമുക്ക് കൃത്യമായ ഭാഷ, റിട്ടേൺ ആയിട്ടുള്ള ലിപിയോട് കൂടിയ ഭാഷയൊന്നും ഇല്ലാതെ തന്നെയും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് മനുഷ്യർക്ക് സാധിക്കും. അപ്പം ഇതിനെയെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ്റെ മോഡായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആനിമൽസ് നോൺ വെർബൽ രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പിന്നെ മനുഷ്യൻ്റെ എക്സിസ്റ്റൻസ്, അതേപോലെ സർവൈവലും, മനുഷ്യൻ്റെ ഒരു കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളും കണ്ടുപിടുത്തങ്ങളുടെ എല്ലാത്തിൻ്റെയും അന്തസത്ത, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂല കാരണം, അല്ലെങ്കിൽ കഴിവെന്ന് പറയുന്നത് മനുഷ്യന് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഈ കമ്മ്യൂണിക്കേഷൻ ഫെയിൽ ആവുമ്പോഴാണ് പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്.
ഇനി കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സാണ്. ഇത് പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ ഒരു കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു ഓർഡർ തെറ്റിച്ച് തന്നിട്ട് കറക്റ്റ് ഓർഡർ പറയാനായിട്ട്. അപ്പോൾ സെൻഡറിൽ നിന്ന് മെസ്സേജ് അയാൾ പാസ് ചെയ്യുന്നു. പാസ് ചെയ്യുന്ന മെസ്സേജ് വെർബൽ ആയിരിക്കാം, നോൺ വെർബൽ ആയിരിക്കാം, റിട്ടൺ ആയിട്ട് ഉള്ള മോഡായിരിക്കാം, ഓറൽ ആയിട്ടുള്ള മോഡായിരിക്കാം, ജസ്റ്റർ ആയിരിക്കാം, എങ്ങനെ വേണമെങ്കിലും ആവാം. ആ മെസ്സേജ് അയാൾ കൊടുക്കുന്നത് അയാൾ എൻകോഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട്. ചിലപ്പോൾ കത്തായിട്ടായിരിക്കും, ചിലപ്പോൾ ഇമെയിൽ ആയിട്ടായിരിക്കും, ചിലപ്പം മേ ബി ജസ്റ്റേഴ്സ് ആയിട്ടായിരിക്കും. ദ വേ ഹി സെൻസ് ദ മെസ്സേജ്, അത് റാപ്പ് ചെയ്ത് അത് സെറ്റ് ചെയ്ത് അയക്കുന്ന പ്രോസസ്സിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. അതിനൊരു ചാനൽ യൂസ് ചെയ്യുന്നു. അത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ ടെലിഫോണിലൂടെ ആവാം, അല്ലെങ്കിൽ പേപ്പറിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു തപാല് കത്ത് എഴുതിക്കൊണ്ടായിരിക്കാം. എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, മെസ്സേജിനെ അയക്കാം. അയക്കുന്ന ആ മീഡിയത്തിനെ അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ചാനൽ എന്ന് പറയുന്നത്. അത് റിസീവറുടെ അടുക്കിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് എന്ത് ചെയ്യുന്നു, അയാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് ഡീകോഡ് ചെയ്യപ്പെടുന്നു. ഡീകോഡ് ചെയ്യപ്പെടുന്നു, അയാൾ റിസീവർ അത് സ്വീകരിക്കുന്നു. റിസീവർ സ്വീകരിച്ചതിന് ശേഷം അയാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റിപ്ലൈ എന്ത് ചെയ്യുന്നു, സെൻറ്ററിലേക്ക് തിരിച്ചയക്കുന്നു. ദിസ് ഇസ് കോൾഡ് ഫീഡ്ബാക്ക് പ്രോസസ്. സോ നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ ഇത്രയാണുള്ളത്. സെൻറ്റർ അയാളെ മെസ്സേജ് അത് കോഡ് ചെയ്യുന്നു, എൻകോഡിംഗ് എന്ന് പറയുന്നു അതിന്. അയാൾ അതൊരു ചാനലിലൂടെ എന്ത് ചെയ്യുന്നു, റിസീവറിലേക്ക് അയക്കുന്നു. റിസീവറിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് ആ മെസ്സേജ് റിസീവറിന് വായിക്കത്തക്ക രീതിയിൽ, അയാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഡീകോഡ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ റിസീവർ അത് ഡീകോഡ് ചെയ്തെടുക്കുന്നു. ദെൻ അത് വായിച്ച് മനസ്സിലാക്കിയ ശേഷം, അല്ലെങ്കിൽ മെസ്സേജ് കിട്ടി റിസീവ് ചെയ്ത ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ റിപ്ലൈ സെൻഡറിലേക്ക് റിസീവർ തിരിച്ചയക്കുന്നു. സോ ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇനി കമ്മ്യൂണിക്കേഷൻ മോഡലിന്റെ ചില കമ്പോണൻസ് ആണ് പറയുന്നത്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് മാത്രം. സെൻഡർ എന്ന് പറയുന്നത് ആരാണോ മെസ്സേജ് അയക്കുന്നത്, ദ പേഴ്സൺ ഹു സെൻഡ്സ് ദ മെസ്സേജ്, അതാണ് സെൻഡർ. സെൻഡർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ആ മെസ്സേജ് എന്ന് പറയുന്നത് അയാളുടെ ഒരു തോട്ടാവാം, ഒരു ഐഡിയ ആവാം, ഒരു സിമ്പിൾ ആകാം. ഇപ്പൊ നമ്മൾ യുദ്ധത്തിന്റെയൊക്കെ ടൈമിൽ കോഡ് ചെയ്തിട്ടുള്ള ഭാഷകളിലൂടെ, സിമ്പിൾസിലൂടെ, പിക്ചേഴ്സിലൂടെ ഒക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എ പിക്ചർ റിപ്പോർട്ട്, ഒരു ഇമേജ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റേഴ്സ്, അല്ലെങ്കിൽ പോസ്റ്റേഴ്സ്. അപ്പം പട്ടാളത്തിലൊക്കെ നമ്മൾ പലപ്പോഴും പല ജസ്റ്ററിലും പോസ്റ്ററിലൂടെയും മെസ്സേജസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. സോ അല്ലെങ്കിൽ ഒരു മൊമെന്റലി സ്മൈൽ ആകാം. സോ ഇതെല്ലാം മെസ്സേജിന്റെ വിവിധ ഭാവരൂപങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ നമുക്ക് സിമ്പിളായിട്ട് പറയാം, സെൻഡർ ഇസ് ദ ക്രിയേറ്റർ ഓഫ് ദ മെസ്സേജ്. ആരാണോ മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുന്ന അയാളെ നമുക്ക് സെൻഡർ എന്ന് വിളിക്കാം. ഇനി മെസ്സേജ് എന്ന് പറയുന്നത് എന്താണോ ഈ സെൻഡർ, നമ്മൾ നേരത്തെ പറഞ്ഞ ആള് മറ്റൊരു അപ്പുറത്തെ സൈഡിലിരിക്കുന്ന റിസീവറിലേക്ക് എന്താണോ കൺവേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ആ പെർട്ടിക്കുലർ ഇൻഫർമേഷനെയാണ് നമ്മൾ മെസ്സേജ് എന്ന് വിളിക്കുന്നത്. അത് നമുക്ക് വേർഡ്സിനകത്തൂടെയോ റൈറ്റപ്പിനകത്തൂടെയോ പിക്ചറിലൂടെയോ സയൻസിലൂടെയോ സിമ്പിൾസിലൂടെയോ ഒക്കെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഇൻഫർമേഷൻ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട്, ആ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സാഹചര്യത്തിനനുസരിച്ച് അത് കത്താകാം, എഴുത്തുകളാകാം, ഫോൺ കോളുകളാകാം, പിക്ചർ ആകാം, സയൻസ് ആകാം, സിമ്പിൾസ് ആകാം, എന്തോ ആകാം. ഇനി എന്താണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്? എൻകോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് ഇരിക്കുന്ന നമ്മുടെ റിസീവറിന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന പാകത്തിന് ഈ മെസ്സേജിനെ രൂപമാറ്റം വരുത്തുന്നതാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് വളരെ വളരെ ദൂരെയാണ്. അയാൾക്കൊരു കത്തെഴുതിയാൽ പെട്ടെന്നൊരു അത്യാവശ്യത്തിന് അയാൾക്ക് കത്തെഴുതി അയാളിൽ നിന്ന് റിപ്ലൈ പ്രതീക്ഷിച്ച് ഒരു കത്തെഴുതിയാൽ മാസങ്ങൾ എടുക്കുമെങ്കിൽ സ്വാഭാവികമായിട്ട് ആ മെസ്സേജ് എന്ത് ചെയ്യേണ്ടി വരും, ഇമെയിലായിട്ടോ അല്ലെങ്കിൽ ഫോൺ കോൾ വഴിയോ ഒക്കെ അയക്കേണ്ടതായിട്ട് വരും. അപ്പം എൻകോഡിംഗ് ഈസ് ട്രാൻസ്ഫോമിംഗ് ദ മെസ്സേജ് ഇൻ ടു ആൻ അപ്രോപ്രിയേറ്റ് മീഡിയം which may be verbal or non-verbal depending upon the situation, space, time and nature of the message to be sent to the intended receiver. റിസീവറിന് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന പരുവത്തിന്, സാഹചര്യത്തിനും സമയത്തിനും സന്ദർഭത്തിനും എല്ലാം അനുസരിച്ച് ഈ സെൻഡർ എന്ത് ചെയ്യുന്നു, തൻ്റെ മെസ്സേജിനെ ഒരു അപ്രോപ്രിയേറ്റ് മീഡിയത്തിലൂടെ ഈ മെസ്സേജിനെ ട്രാൻസ്ഫോം ചെയ്യുന്നു. ദാറ്റ് എൻറ്റയർ പ്രോസസ് ഈസ് കോൾഡ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. സോ ഇത് സെൻഡർ എന്ത് ചെയ്യുന്നു, എൻകോഡ് ചെയ്ത ഈ മെസ്സേജിനെ പല സീരീസ് ഓഫ് വേർഡ്സോ സിമ്പിൾസോ പിക്ചേഴ്സോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു, മെസ്സേജിനെ എൻകോഡ് ചെയ്ത് സെറ്റ് ചെയ്ത് റെഡിയാക്കുന്നു. യെസ്, മീഡിയ എന്ന് പറയുന്നത് നേരത്തെ നമ്മുടെ സെൻറ്റർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എൻകോഡഡ് മെസ്സേജ്, അതൊരു ലെറ്റർ ആയിട്ടായിരിക്കും, എഴുത്തുകളായിരിക്കാം, പിക്ചർ ആയിരിക്കാം, സിമ്പിൾസ് ആയിരിക്കാം, എന്തോ ആയിക്കൊള്ളട്ടെ. ആ മെസ്സേജിനെ ഏത് മാർഗത്തിലൂടെ, ഏത് ടൂൾ ഉപയോഗിച്ച് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ചാനൽ അല്ലെങ്കിൽ മീഡിയം അല്ലെങ്കിൽ ടൂളിനെയാണ് മീഡിയ എന്ന് പറയുന്നത്. അത്
റിട്ടൺ ആണ് എങ്കിൽ അത് റിട്ടൺ മീഡിയം എന്ന് പറയാം. വാക്കുകളിലൂടെ സംസാരിച്ചുകൊണ്ടാണെങ്കിൽ ഓറൽ എന്ന് പറയാം. അതെങ്ങനെ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും? മീഡിയേറ്റർ ഒരാളുടെ കയ്യിൽ കൊടുത്തു വിടാം, കമ്പ്യൂട്ടറിനകത്തൂടെ അയക്കാം, ടെലിഫോണിലൂടെ അയക്കാം, സെൽഫോണിലൂടെ അയക്കാം, ആപ്ലിക്കേഷൻ, ടെലിവിഷൻസ്, ഇതെല്ലാം എന്താണ്? മീഡിയയ്ക്ക് എക്സാമ്പിളാണ്. മെസ്സേജ് എൻകോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കത്തായിട്ടായിരിക്കാം, വാക്കുകളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ പിക്ചർ ആയിരിക്കാം, സിമ്പിൾ ആയിരിക്കാം, എന്തോ ആയിക്കൊള്ളട്ടെ. ആ എൻകോഡ് ചെയ്ത മെസ്സേജിനെ താൻ ഉദ്ദേശിക്കുന്ന റിസീവറിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്ത് ചാനൽ അല്ലെ മീഡിയം യൂസ് ചെയ്യുന്നു അതിനെയാണ് മീഡിയ എന്ന് പറയുന്നത്. അത് ഒരു വ്യക്തിയാകാം, മീഡിയേറ്റർ ആകാം, ഒരു പേഴ്സൺ ആകാം, കമ്പ്യൂട്ടർ ആവാം, ടെലിഫോൺ ആകാം, സെൽഫോൺ ആകാം, ആപ്പ് ആകാം, ടെലിവിഷൻ ആകാം. ഇനി അടുത്തത് റിസീവർ ആണ്. റിസീവർ എന്ന് പറയുന്നത് ആരാണോ അപ്പുറത്തിരുന്ന് ഈ സെൻഡർ അയക്കുന്ന മെസ്സേജിനെ സ്വീകരിക്കുന്നത്, ദ പേഴ്സൺ ഓർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഹു ഇസ് റിസീവിങ് ദ മെസ്സേജ്, അതാണ് റിസീവർ എന്ന് പറയുന്നത്. ഇത് കമ്മ്യൂണിക്കേഷന്റെ എൻഡ് പ്രോസസ്സിലേക്ക് നമ്മൾ എത്തുമ്പോൾ കാണുന്നതാണ് റിസീവറിനെ. അയാൾക്ക് ആ മെസ്സേജിനെ ഏത് തരത്തിൽ വേണമെങ്കിലും എന്ത് ചെയ്തെടുക്കാം? ഡീകോഡ് ചെയ്തെടുക്കാം. അയാളൊരു ലിസണർ ആവാം, കേട്ടിരിക്കുന്ന ഇപ്പൊ ടെലിവിഷൻ ചാനലിലൂടെ പത്രമാധ്യമങ്ങൾ നമ്മളോട് ഒരുപാട് മെസ്സേജസ് തരുന്നുണ്ട്. അപ്പം നമ്മളൊരു പത്രം വായിക്കുന്നു, അല്ലെങ്കിൽ ഒരു വാരിക വായിക്കുന്നു, മാസിക വായിക്കുന്നു, അപ്പുറത്തെ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? മെസ്സേജ് നമുക്ക് തരുന്നുണ്ട്. അയാൾ സെൻഡർ ആണ്. അയാളുടെ മെസ്സേജിനെ ഒരു പത്രമാധ്യമങ്ങളിലൂടെ ആവുമ്പോൾ റിട്ടേൺ ആയിട്ട് എന്ത് ചെയ്യുന്നു? എൻകോഡ് ചെയ്തിട്ട് നമുക്ക് ഒരു വാരിക വഴി, ഒരു മാസിക വഴി, പ്രിന്റഡ് മീഡിയ വഴി നമ്മളിലേക്ക് എന്ത് ചെയ്യുന്നു? അയക്കുന്നു. ആ മെസ്സേജ് നമ്മൾ എന്ത് ചെയ്യുന്നു? വായിക്കുന്നു. നമ്മൾ റീഡറാണ് അവിടെ. ചിലയിടത്ത് നമ്മൾ ടെലിവിഷനിൽ മെസ്സേജ് കാണുമ്പോൾ നമ്മൾ വ്യൂവർ ആണ്. ഇപ്പം നമ്മൾ റേഡിയോയിലൂടെ മെസ്സേജ് കേൾക്കുമ്പോൾ അതിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നമുക്ക് കിട്ടുമ്പോൾ നമ്മളവിടെ ലിസണർ ആയിട്ടാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത്. സോ ഇയാൾ എന്ത് ചെയ്യണം? ഈ മെസ്സേജിനെ എന്ത് ചെയ്യണം? കിട്ടിയ ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് ഡീകോഡ് ചെയ്തെടുക്കുക. ഡീകോഡ് ചെയ്ത് തനിക്ക് അറിയാവുന്ന ഭാഷയിൽ അതിനെ മനസ്സിലാക്കി എടുക്കുക. ഇപ്പൊ ഡീകോഡിംഗ് എന്ന് പറയുന്നത് ഇന്റർപ്രിറ്റിംഗ് ഓർ കോംപ്രിഹെൻഡിങ് ദ സെൻഡ് മെസ്സേജ്. അയാൾ നമുക്ക് അയച്ചു തന്ന, സെൻഡർ നമുക്ക് അയച്ചു തന്ന മെസ്സേജിനെ നമ്മൾ എന്ത് ചെയ്യാണ്? അത് ഡീകോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്ത് കോംപ്രിഹെൻഡ് ചെയ്ത് നമുക്ക് മനസ്സിലാവുന്ന പരുവത്തിൽ അതിനെ മനസ്സിലാക്കി വിശകലനം ചെയ്തെടുക്കുന്നതിനെയാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഇപ്പം ഒരു മലയാളിയായ ആൾക്ക് ഒരു ചാനലോ പത്രമോ ആണെങ്കിൽ അയാൾക്ക് കംഫർട്ടബിൾ മലയാളം തന്നെ ഒരു മേടിക്കും. പക്ഷെ ഒരു ഏഷ്യക്കാരനെ സംബന്ധിച്ച് അയാളുടെ റീജിയണൽ ലാംഗ്വേജിലായിരിക്കും അയാളുടെ മെസ്സേജ് അയാൾക്ക് ഡീകോഡ് ചെയ്തെടുക്കുക. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് റിസീവർ ഈ സംഭവം കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യുന്നു? റിപ്ലൈ തിരിച്ച് സെൻഡറിലേക്ക് അയക്കുന്നു. കത്തുകളായിട്ട് അയക്കാം, ഫോൺ കോളുകൾ വഴി അയക്കാം. തനിക്ക് കിട്ടിയ ഡീകോഡിംഗ് മെസ്സേജിന് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്ത് ചെയ്യാണ്? കറക്റ്റായിട്ട് ഡീകോഡ് ചെയ്താൽ, കോംപ്രിഹെൻഡ് ചെയ്താൽ തിരിച്ചെന്ത് ചെയ്യാൻ സാധിക്കും? ഈ റിപ്ലൈ ആയിട്ട് അയക്കാനായിട്ട്, ഫീഡ്ബാക്ക് അയക്കാനായിട്ട് സാധിക്കും. ഇനി കമ്മ്യൂണിക്കേഷൻ്റെ എഫക്റ്റീവ്നെസ് ഉറപ്പുവരുത്താനുള്ള ചില ഇവാലുവേഷൻ മെത്തേഡ്സ്, വിശകലന രീതികളാണ് പറയുന്നത്. എത്രമാത്രം എഫക്റ്റീവായിട്ട് സെൻഡറിന് തൻ്റെ ഉദ്ദേശിച്ച മെസ്സേജ് താൻ ഉദ്ദേശിച്ച അർത്ഥത്തിൽ റിസീവറിലേക്ക് എത്തി എന്ന് എക്സാമിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഫസ്റ്റ് ട്രസ്റ്റ്ഫുൾനെസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒരു തരത്തിലും എന്ത് ചെയ്യരുത്? നമ്മുടെ ഇൻഫർമേഷനെ ഒരു തരത്തിലും എന്ത് ചെയ്യുക? ഡിസ്റ്റോർട്ട് ചെയ്യുന്ന തരത്തിൽ ഉള്ള മെസ്സേജുകൾ, ലൂസ് കോണ്ടന്റ് ഒന്നും വെക്കാതെ തന്നെ കൃത്യമായിട്ട് മെസ്സേജിന്റെ ട്രസ്റ്റ്ഫുൾനെസ്, വിശ്വാസ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പം ന്യൂസ് പേപ്പറിൽ അതേപോലെ TV ചാനലിലൊക്കെ നമ്മൾ പലപ്പോഴും ഈ കാര്യം കാണാറില്ല. നമുക്ക് പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചാനലുകളാണ് പല മാധ്യമ പ്രവർത്തനങ്ങൾ. എക്കോണമി, ഏറ്റവും എനർജി സേവ് ചെയ്തുകൊണ്ട് മാക്സിമം ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം മെസ്സേജസിന്റെ. എന്നാൽ അത് മെസ്സേജിന്റെ എന്താ പറയുന്നത്, കോണ്ടന്റിനെ, അതിന്റെ വിശ്വാസ്യതയെ ഒരു തരത്തിലും ബാധിക്കാത്ത തരത്തിൽ മെസ്സേജിന് എന്ത് ചെയ്യുക? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുക. കോൺഗ്രുവൻസ്, വെർബലായിട്ടും വെർബലുമായിട്ടുള്ള രണ്ട് രീതിയിലും മെസ്സേജസ് എന്ത് ചെയ്യാൻ പറ്റണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചാൽ അത് കുറച്ചുകൂടി കോൺഗ്രുവൻ്റ് ആയിരിക്കും. കുറച്ചുകൂടി അതിൻ്റെ ഒരു വിശ്വാസ്യതയും കോമ്പാറ്റബിലിറ്റിയും ഒക്കെ അതിന് വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. ഇൻഫ്ലുവൻസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്രൈറ്റീരിയയാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെസ്സേജ് അപ്പുറത്തിരിക്കുന്ന റിസീവറിലേക്ക് എത്തുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള മെസ്സേജ് അയാൾ റിസീവ് ചെയ്യുക. അതായത് എന്താണോ സെൻഡർ ഉദ്ദേശിച്ചത് അത് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് റിസീവറിലേക്ക് എത്തണം. യാതൊരു തരത്തിലും ഇതിൻ്റെ ഇടയിൽ മെസ്സേജ് എന്ത് ചെയ്യാൻ പാടില്ല? നോൺ ഇൻഫ്ലുവൻസ്ഡ് ആവാൻ പാടില്ല. റിലേഷൻഷിപ്പ് ബിൽഡിംഗ്, വളരെ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള നല്ല രീതിയിലാണ് മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, കോൺഗ്രുവൻ്റ് ആണ്, പ്രോപ്പർ ഇൻഫ്ലുവൻസ് ചാനലിലൂടെയാണ് പോകുന്നതെങ്കിൽ എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സെൻഡറിനും റിസീവറിൻ്റെയും ഇടയിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് ഈ നല്ല മെസ്സേജ് കൊണ്ട് സാധിക്കുന്നതായിരിക്കും.
നമുക്ക് ഇതുവരെ ജസ്റ്റ് ക്ലോസ് ചെയ്യാം. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.